മക്കളെ വെൽക്കം ടു ഫ്രാങ്ക് ലെക്ചേഴ്സ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഗേറ്റ് 2026 വേണ്ടിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ദാറ്റ് ഈസ് ടാർഗറ്റ് ഗേറ്റ് 2026. അപ്പോൾ ഇതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്ന സെക്ഷൻ 4 ആണ്. സെക്ഷൻ 4ന്റെ അകത്ത് വരുന്ന സബ്ജക്ട്സ് മെറ്റീരിയൽ സയൻസ്, മാനുഫാക്ചറിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടു കട്ടിംഗ് ടൂൾസ് വിത്ത് ടു ലൈഫ് ഇക്വേഷൻ ഗിവൺ ബിലോ ആർ ബീൻ കമ്പേർഡ്. അപ്പൊ രണ്ട് ടൂൾ ഉണ്ട്, അതിൽ ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. വി ടി റേസ് ടു എൻ ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അവിടെ എന്നിന്റെ വാല്യൂ ഫസ്റ്റ് ടൂളിന് 0.1 ആണ്, കോൺസ്റ്റന്റ് വാല്യൂ ദാറ്റ് ഈസ് 150 ആണ്. വി ടി റേസ് ടു 0.1 ഈസ് ഈക്വൽ ടു 150. ടൂൾ 2 എന്ന് പറയുന്ന വി ടി റേസ് ടു 0.3 ഈസ് ഈക്വൽ ടു 300. വി എന്ന് പറയുന്ന കട്ടിംഗ് സ്പീഡ് ആണ്, അതുപോലെ ടി എന്ന് പറയുന്ന ടൂൾ ലൈഫ് ആണ്. ഇവിടെ നമുക്ക് വി കട്ടിംഗ് സ്പീഡ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഈ പറയുന്ന അവിടെ കട്ടിംഗ് സ്പീഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് ടൂൾ ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ്. അപ്പൊ നമുക്ക് എഴുതാം ദാറ്റ് ഈസ് വി ടി റേസ് ടു എൻ ഈക്വൽ ടു കോൺസ്റ്റന്റ് അല്ലേ. വി ടി റേസ് ടു എൻ ഈക്വൽ ടു കോൺസ്റ്റന്റ്. ടൂൾ ലൈഫ് എന്ന് പറയുന്ന രണ്ടിനും കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് T1 ഈസ് ഈക്വൽ ടു T2 ആണ്. അങ്ങനെയാണ് ഈ ഇക്വേഷൻ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ടിയുടെ ഇക്വേഷൻ, T1 ഉം T2ന്റെ ഇക്വേഷൻ ഏതാണെങ്കിൽ T1 ഈസ് ഈക്വൽ ടു C1 ഡിവൈഡ് ബൈ V ഹോൾ റേസ് ടു 1 ബൈ N എന്ന് എഴുതാം. അതുപോലെ T2 എഴുതാണെങ്കിൽ C2 ഡിവൈഡ് ബൈ V ഹോൾ റേസ് ടു 1 ബൈ N എന്ന് എഴുതാം. അവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് 150 ഡിവൈഡ് ബൈ V ഹോൾ റേസ് ടു 1 ബൈ 0.1 ഈക്വൽസ് 300 ഡിവൈഡ് ബൈ V ഹോൾ റേസ് ടു 1 by 0.3. 1 divided by 0.3. That is 1 by 0.3. Okay. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 150 ഡിവൈഡ് ബൈ V ഹോൾ റേസ് ടു 0.3 ഈക്വൽ ടു 300 ഡിവൈഡ് ബൈ V ഹോൾ റേസ് ടു 0.1. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ is 150 divide by 150 whole raise to 0.3 divide by 300 whole raise to 0.1 equals V whole raise to 0.3 minus 0.1. And velocity നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ that is 106.7 മീറ്റർ പെർ മിനിറ്റ് എന്ന് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യനും ഒരു പ്രോബ്ലമാറ്റിക് ആണ്. അപ്പോൾ ഇതിന് ഓപ്ഷൻ ഇല്ല, ഡയറക്റ്റ് നമ്മൾ ആൻസർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് എ ബ്ലോക്ക് ഓഫ് ലെങ്ത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 200 mm ഈസ് മെഷീൻഡ് ബൈ എ സ്ലാബ് മില്ലിംഗ് ഓപ്പറേഷൻ വഴിയാണ് മെഷീനിങ് നടത്തിയത്. ഓഫ് സ്ലാബ് മില്ലിംഗ് കട്ടർ ഓഫ് 34 mm ഡയമീറ്റർ. മില്ലിംഗ് കട്ടറിന്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 34 mm. ദ ഡെപ്ത് ഓഫ് കട്ട് ഞാൻ സ്മോൾ ഡയമീറ്റർ ഡി ആയിട്ടാണ് എടുക്കുന്നത്. ഡെപ്ത് ഓഫ് കട്ട് സ്മോൾ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 2 mm. ഓക്കെ. ഇനി ഫീഡ് തന്നിട്ടുണ്ട്. അതുപോലെ ഡെപ്ത് ഓഫ് കട്ട് ആൻഡ് ടേബിൾ ഫീഡ് ആർ സെറ്റ് അറ്റ് ടേബിൾ ഫീഡ് എന്ന് പറയുന്നത് 2 mm എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഡെപ്ത് ഓഫ് കട്ട് ആൻഡ് ടേബിൾ ഫീഡ് ഡെപ്ത് ഓഫ് കട്ട് 2 mm ടേബിൾ ഫീഡ് ദാറ്റ് ഈസ് ടേബിൾ ഫീഡ് എഫ് എന്ന് പറയുന്നത് ടേബിൾ ഫീഡ് 18 mm പെർ മിനിറ്റ്. ഓക്കെ. ഡെപ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത് 2 mm, ടേബിൾ ഫീഡ് എന്ന് പറയുന്നത് 18 mm പെർ മിനിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. കൺസിഡറിംഗ് ദി അപ്രോച്ച് ആൻഡ് ദി ഓവർ ട്രാവൽ ഓഫ് ദ കട്ടർ ടു ബി ദ സെയിം, ദ മിനിമം എക്സ്റ്റിമേറ്റഡ് മെഷീനിങ് ടൈം പെർ പാസ്. മെഷീനിങ് ടൈം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മെഷീനിങ് ടൈം എന്ന് പറയുമ്പോൾ ലെങ്ത് ഓഫ് കട്ട് ഡിവൈഡ് ബൈ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷീനിങ് ടൈം കിട്ടുമെന്ന് അറിയാം. മെഷീനിങ് ടൈം ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് കട്ട് ഡിവൈഡ് ബൈ ഫീഡ്. അപ്പോൾ ലെങ്ത് ഓഫ് കട്ട് എന്ന് പറയുന്നത് L ഈസ് ഈക്വൽ ടു that is small l plus 2a is equal to small l length നമുക്കറിയാം. that is equal to 200 plus 2 into area root of d into d minus d. okay. സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 200 plus 2 into root 2 into കട്ടറിന്റെ ഡയമീറ്റർ 34 മൈനസ് ഡെപ്ത് ഓഫ് കട്ട് 2. അങ്ങനെ L എന്ന് പറയുന്നത് നമുക്ക് 216 mm എന്ന് കിട്ടും. ഫീഡ് നമുക്കറിയാം. അങ്ങനെ മെഷീനിങ് ടൈം കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് മെഷീനിങ് ടൈം ഈസ് ഈക്വൽ ടു 216 ഡിവൈഡ് ബൈ 18 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 minutes എന്ന് കിട്ടും.
ഓക്കെ ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രിഫേർഡ് ഓപ്ഷൻ ഫോർ ഹോൾഡിംഗ് ആൻ ഓഡ് ഷേപ്ഡ് വർക്ക് പീസ് ഇൻ എ സെൻട്രൽ ലെയ്ത്ത്. സെൻട്രൽ ലെയ്ത്ത് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ലെയ്ത്ത് ആണ്. ഈ എഞ്ചിൻ ലെയ്ത്തിൽ ഓഡ് ഷേപ്ഡ് വർക്ക് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഈവൻ ഷേപ്പ് ഉള്ള അല്ലെങ്കിൽ ഇറഗുലാരിറ്റി ഉള്ള വർക്ക് പീസിന് നമ്മൾ പിടിപ്പിക്കുന്ന ലൈവ് സെൻട്രലോ ഡെഡ് സെൻട്രലോ അല്ല, ഈ പറയുന്ന 3 ജോ ചക്കിലല്ല, ലെയ്ത്ത് ലോക്കിലല്ല നമ്മൾ പിടിപ്പിക്കുന്നത്. എന്താണ്? ദാറ്റ് ഈസ് 4 ജോ ചക്കിലാണ്. ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് 4 ജോ ചക്കിലാണ് ഓഡ് ഷേപ്ഡ് ആയിട്ടുള്ള വർക്ക് പീസ് പിടിക്കുന്ന. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഡ് ഷേപ്ഡ് ആയിട്ടുള്ള വർക്ക് പീസ് പിടിപ്പിക്കുന്നത് 4 ജോ ചക്കിലാണ്. ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഫോളോയിങ് ഡേറ്റ കറസ്പോണ്ടിങ് ടു ദ ഓർത്തോഗണൽ ടേണിംഗ് ഓഫ് 100 mm ഡയമീറ്റർ റോഡ് ഓൺ ദ ലെയ്ത്ത്. ഇവിടെ റേക്ക് ആംഗിൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് റേക്ക് ആംഗിൾ ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റ് ആണ്. ആൽഫ എന്ന് പറയുന്ന റേക്ക് ആംഗിൾ തന്നിട്ടുണ്ട്. ആൽഫ ഈക്വൽ ടു 15 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അൺകട്ട് ചിപ്പ് തിക്നെസ് 0.5 mm തന്നിട്ടുണ്ട്. അൺകട്ട് ചിപ്പ് തിക്നെസ് ദാറ്റ് ഈസ് D0 എന്ന് എടുക്കുന്നു. ദാറ്റ് ഈസ് 0.5 mm. അത് കഴിഞ്ഞ് ചിപ്പ് തിക്നെസ് എന്ന് പറയുന്നത്, നോമിനൽ ചിപ്പ് തിക്നെസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് TC എന്ന് എടുക്കുന്നു. നോമിനൽ ചിപ്പ് തിക്നെസ് എന്ന് പറയുന്നത് 1.25 mm. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഷിയർ ആംഗിൾ ആണ്. ഷിയർ ആംഗിൾ ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഷിയർ ആംഗിളിന്റെ ഫോർമുല അറിയാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതിന് മുമ്പ് ചിപ്പ് തിക്നെസ് റേഷ്യോ 6 കണ്ടുപിടിക്കണം. ചിപ്പ് തിക്നെസ് റേഷ്യോ ഈസ് ഈക്വൽ ടു അൺകട്ട് ചിപ്പ് തിക്നെസ് ഡിവൈഡ് ബൈ ചിപ്പ് തിക്നെസ് ദാറ്റ് ഈസ് TC, ദാറ്റ് ഈസ് 0.5 ഡിവൈഡ് ബൈ 1.25. ഇനി നമുക്കറിയാം ദാറ്റ് ഈസ് നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഷിയർ ആംഗിൾ ആണ്. ഷിയർ ആംഗിൾ 5 ആണ്. 5 കാൽക്കുലേറ്റ് ചെയ്യാൻ ദാറ്റ് ഈസ് tan inverse R cos alpha whole divided by 1 minus R sin alpha. Okay, that is equal to tan inverse, that is 0.5 divided by 1.25 cos 15 whole divided by 1 minus 0.5 divided by 1.25 sin 15. Okay, കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 5 ഈക്വൽസ് 23.31 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ കണ്ടത്. ഇനി അടുത്ത് ഇതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം കാണാം. അവിടെ ഒരു ഹോൾ ഡ്രിൽ ചെയ്യാണ്. ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് എ through hole is drilled in an aluminum alloy plate of 15 mm thickness. അപ്പോൾ thickness തന്നിട്ടുണ്ട്. with a drill bit of diameter, drill bitന്റെ diameter തന്നിട്ടുണ്ട്. that is 10 mm at a feed തന്നിട്ടുണ്ട്. that is feed is equal to 0.25 mm per revolution. അല്ല, ഡയമീറ്റർ തന്നിട്ടുണ്ട്. that is equal to 10 mm എന്ന ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഇനി RPM എന്ന് പറയുന്നത് N is equal to 1200 RPM തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടുത്തെ സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് സ്പെസിഫിക് എനർജി തന്നിട്ടുണ്ട്. that is equal to 0.7 Newton meter per mm³. ഓക്കെ, അപ്പോൾ സ്പിൻഡിൽ സ്പീഡ് എന്ന് പറയുന്നത് 1200 RPM ആണ്. ദ സ്പെസിഫിക് എനർജി റിക്വയർഡ് ടു കട്ട് ചെയ്യാനുള്ള സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത് 0.7 Newton meter per mm³ ആണ്. പവർ റിക്വയർഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പവർ റിക്വയർഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പവർ റിക്വയർഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ക്വസ്റ്റ്യനിൽ വേറെ ഡേറ്റാസ് ഒന്നുമില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡേറ്റാസ് എല്ലാം നമ്മളെന്താ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സ്പീഡ് എന്ന് പറയുന്നത് 0.25 ആണ്. അങ്ങനെയാണെങ്കിൽ മെറ്റീരിയൽ റിമൂവൽ റേറ്റിന്റെ ഫോർമുല നമുക്കറിയാം. ദാറ്റ് ഈസ് ഏരിയ π/4 d² മൾട്ടിപ്ലൈഡ് ബൈ ഫീഡ് ഇൻറ്റു RPM. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു ഡയമീറ്റർ, ദാറ്റ് ഈസ് 10² മൾട്ടിപ്ലൈഡ് ബൈ
ഫീഡ് റേറ്റ് ദാറ്റ് ഈസ് 0.25. ഇനി മനസ്സിലാക്കേണ്ട കാര്യം ആർ പി എം 1200 ആണ്. അതിന് RPS വേണ്ടി ഡിവൈഡ് ബൈ 60 ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് mm³ കിട്ടും. മിനിറ്റിനെ മാറ്റി സെക്കൻഡിലാക്കാനാണ് ഡിവൈഡ് ബൈ 60 ചെയ്തത്. ഇനി പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഫോർമുല അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് സ്പെസിഫിക് എനർജി മൾട്ടിപ്ലൈഡ് ബൈ മെറ്റീരിയൽ റിമൂവൽ റേറ്റ്. സ്പെസിഫിക് എനർജി ഡിവൈഡ് ബൈ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്പെസിഫിക് എനർജി. ക്വസ്റ്റിന് തന്നിട്ടുണ്ട് ദാറ്റ് ഈസ് 0.7 ആണ്. മൾട്ടിപ്ലൈഡ് ബൈ 5/4 ഇൻറ്റു 10² multiplied by 0.25 multiplied by 1200 divided by 60 is equal to power is equal to 274.88 watt. സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത് എടുക്കാൻ പറ്റുന്ന പ്രോബ്ലം ആണ്. കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനും ഒരു പ്രോബ്ലമാറ്റിക് ആണ്. അതും ടൈലേഴ്സ് ടൂൾ ലൈഫ് ഇക്വേഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. The Taylor's tool life equation is given by V T raised to n equal to constant. V എന്ന് പറയുന്ന കട്ടിംഗ് സ്പീഡ് ആണെന്ന് അറിയാം, മീറ്റർ പെർ മിനിറ്റ്. T എന്ന് പറയുന്ന ടൂൾ ലൈഫ് ആണെന്ന് അറിയാം, മിനിറ്റിലാണ്. ടേണിംഗ് ഓപ്പറേഷൻ, രണ്ട് ടൂൾ ഉണ്ട്, എക്സ് ആൻഡ് വൈ. ഫോർ ടൂൾ എക്സ് എന്ന് പറയുന്ന എന്നിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.3, സി എന്ന് പറയുന്നത് 60 ആണ്. ടൂൾ വൈക്ക് തന്നിട്ടുണ്ട് എന്നിന്റെ വാല്യൂ 0.6 സി എന്ന് പറയുന്ന 90 ആണ്. അപ്പൊ കട്ടിംഗ് സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാം. ദാറ്റ് ഈസ് നമുക്കറിയാം Taylor's tool life equation that is V T raised to n equal to constant. ഇതിൽ നിന്ന് T എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം C/V whole raised to 1/n ആണെന്നറിയാം. ഇവിടെ ടൂൾ ലൈഫ് സെയിം ആണ്. ദാറ്റ് ഈസ് T1 equal to T2 ആണെന്നറിയാം. ദാറ്റ് ഈസ് C1 divided by V whole raised to 1/n1 equal to C2 divided by V whole raised to 1/n2. ഓക്കെ, നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാം. ഡയറക്റ്റ് ഈ പറയുന്ന പോലെ സോൾവ് ചെയ്യാം. C1ന്റെ വാല്യൂ അറിയാം 60 ഡിവൈഡ് ബൈ V ഹോൾ റേസ് ടു n1ന്റെ വാല്യൂ 0.3 ആണെന്നറിയാം. അതുപോലെ C2ന്റെ വാല്യൂ 90 എന്നറിയാം ഡിവൈഡ് ബൈ V ഹോൾ റേസ് ടു n2 എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ 0.6 ആണെന്നറിയാം. ഇനി അറേഞ്ച് ഈക്വൽ ടു അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അറേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആൻസർ ചെയ്യുന്നു. പിന്നെ പവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് 60 ഡിവൈഡ് ബൈ V ഹോൾ റേസ് ടു 0.6 ഈക്വൽ ടു 90 ഡിവൈഡ് ബൈ V ഹോൾ റേസ് ടു 0.3. V എന്ന ടേം ഒരിടത്തോട്ട് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് 60 ഹോൾ റേസ് ടു 0.6 ഡിവൈഡ് ബൈ 0.6 ഡിവൈഡ് ബൈ 90 ഹോൾ ഡിവൈഡ് ബൈ 0.3 ഈക്വൽ ടു V റേസ് ടു 0.6 മൈനസ് 0.3. അവിടെ V കാൽക്കുലേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 40 മീറ്റർ പെർ മിനിറ്റ്. 40 മീറ്റർ പെർ മിനിറ്റ്. V എന്ന് പറയുന്ന 40 മീറ്റർ പെർ മിനിറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് ഇൻ എ ASA സിസ്റ്റം ദ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ. അപ്പോൾ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ, അതുപോലെ തന്നെ കട്ടിംഗ് എഡ്ജ് ആംഗിൾ, എൻ കട്ടിംഗ് എഡ്ജ് ആംഗിൾ, സൈഡ് കട്ടിങ്ങും എൻ കട്ടിംഗ് എഡ്ജിന്റെ ആംഗിൾ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 45 ഡിഗ്രി ആൻഡ് 10 ഡിഗ്രി. സൈഡ് കട്ടിംഗ് എഡ്ജ് CS എന്ന് പറയുന്ന 45 ഡിഗ്രിയും എൻ കട്ടിംഗ് എഡ്ജ് ദാറ്റ് ഈസ് CE എന്ന് പറയുന്നത് 10 ഡിഗ്രിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഈ പറയുന്ന ഡേറ്റാസ് ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഫീഡ് എന്ന് പറയുന്നത് ദ ഫീഡ് ഓഫ് സിലിണ്ടറിക്കൽ ടേണിംഗ് ഫീഡ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.1 mm per revolution. 0.1 mm per revolution ആയിട്ട് ഫീഡ് തന്നിട്ടുണ്ട്. ദ സെൻട്രൽ ലൈൻ ആവറേജ് സർഫസ് റഫ്നെസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. സെൻട്രൽ ലൈൻ ആവറേജ് സർഫസ് റഫ്നെസ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is central line average roughness RA equal to F divided by 4 times that is tan CS plus cot CE. അപ്പോൾ ഈ ഒരു ഫോർമുല അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്താ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. That is equal to feed that is 0.1 divided by 4 into tan 45 plus cot tan. ഈ സമയത്ത് RA equal to 3.747 മൈക്രോമീറ്റർ എന്ന് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റഫ്നെസ് വാല്യൂ കണ്ടുപിടിക്കാൻ. സെൻട്രൽ ലൈൻ ആവറേജ് മെത്തേഡ് അല്ലെങ്കിൽ സെൻട്രൽ ലൈൻ ആവറേജ് സർഫസ് റഫ്നെസ് കണ്ടുപിടിക്കുന്ന ഫോർമുല വെച്ചിട്ടുള്ള പ്രോബ്ലം ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം
വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഇനി ഓർത്തോഗണൽ മെഷീൻ ഓപ്പറേഷൻ, ദ കട്ടിങ് ആൻഡ് ത്രസ്റ്റ് ഫോഴ്സസ് ആർ ഈക്വൽ. കട്ടിങ്ങും അതുപോലെ ത്രസ്റ്റ് ഫോഴ്സസും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് എഫ് സി ഈക്വൽ ടു എഫ് ടി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ദ അൺകട്ട് ചിപ്പ് തിക്നെസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് T0യുടെ വാല്യൂ T0 ഈക്വൽ ടു 0.5 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഷിയർ ആംഗിള് ഫൈ ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് റേക്ക് ആംഗിൾ ആൽഫ എന്ന് പറയുന്ന 0 ഡിഗ്രി ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി വിഡ്ത്ത് എന്ന് പറയുന്ന 2 mm ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ദ വർക്ക് പീസ് മെറ്റീരിയൽ ഈസ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ആൻഡ് ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്ന 500 MPa എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കട്ടിംഗ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഓക്കെ മക്കളെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് ഷിയർ സ്ട്രെസ് ആണ് തന്നിരിക്കുന്നത്. ടോ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 500 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിവിടെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ തന്നിരിക്കുന്ന ഗീവൺ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന 500 തന്നിട്ടുണ്ട്. ഓർത്തു വയ്ക്കുക, മെഗാപാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ mm². മെഗാപാസ്കൽ എന്നും പറയാം, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ mm² എന്നും പറയാം. ഇനി അതുപോലെ തന്നെ തിക്നെസ് T0 ഈക്വൽ ടു 0.5 mm. അല്ലാതെ തന്നെ ഗീവൺ ആംഗിൾ ഫൈ ഈസ് ഈക്വൽ ടു 15 ഡിഗ്രി. ആൽഫ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. വിഡ്ത്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 2 mm ആണ്. ഇനി നമുക്കറിയാം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്ന ഷിയർ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ ആണ്. ഓക്കെ, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് ഈക്വൽ ടു ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ, ദാറ്റ് ഈസ് W ഇൻറ്റു T0 ഡിവൈഡ് ബൈ സൈൻ ഫൈ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 500 മൾട്ടിപ്ലൈഡ് ബൈ 2 ഇൻറ്റു 0.5 ഡിവൈഡ് ബൈ സൈൻ 15 ഡിഗ്രി. ഷിയർ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1931 ശ്രദ്ധിക്കുക, 1931.85 ന്യൂട്ടൺ എന്ന് കിട്ടും. ഇനി ഷിയർ ഫോഴ്സ് കണ്ടുപിടിച്ചു. ഷിയർ ഫോഴ്സിന്റെ വേറെ ഇക്വേഷൻ ഉണ്ട്. ദാറ്റ് ഷിയർ ഫോഴ്സ് ഈക്വൽ ടു FC cos phi മൈനസ് FT sin phi. ഓക്കെ, ഇവിടെ FCയും FTയും ഈക്വൽ ആണ്. FC ഈക്വൽ ടു FT ആണ്. അപ്പോൾ ഇവിടെ രണ്ടിൽ നിന്നും FC കോമൺ എടുക്കാം. ദാറ്റ് ഈസ് 1931.85 ഈക്വൽസ് FC കോമൺ എടുക്കുന്നു. അവിടെ നിന്ന് cos phi മൈനസ് സൈൻ ഫൈ എന്ന് എഴുതാം. കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് FC ഈക്വൽ ടു ഫൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമുക്ക് ആൻസർ 2732.05 ന്യൂട്ടൺ എന്ന് കിട്ടും. ഓക്കെ, ഇതെല്ലാം 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. നമ്മളിവിടെ ചെയ്ത കൂടുതൽ ക്വസ്റ്റ്യനും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് ഫോർമുലാസ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. That is, which of the following additive manufacturing technique can be used a wire as a feedstock material? Feedstock material ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്യൂസ്ഡ് ഡെപ്പോസിഷൻ മോഡലിംഗ് ആണ്. അപ്പോൾ അതും ഓർത്തു വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പറയുന്ന ടാർഗറ്റ് ഗേറ്റ് 2026 സെക്ഷൻ 4 എന്നുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക, കാരണം ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു.